ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നെങ്ങനെ നല്ലൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല 2-3 കരിമീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് എങ്ങനെ നല്ലൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കരിമീൻ നല്ലപോലെ വൃത്തിയാക്കി അത് 2 കഷ്ണങ്ങളായി മുറിച്ച് ഓരോ പീസിലും ഇതുപോലെ നീളത്തിൽ വരയിട്ട് കൊടുക്കണം. ഇത് കറിയിൽ ഇടുമ്പോൾ നമുക്ക് കരിമീനിൻ്റെ ഉള്ളിൽ മസാല പിടിച്ച് നല്ല രുചികരമായി കിട്ടാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കരിമീനും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ തേക്കാനുള്ള മസാല എങ്ങനെ റെഡിയാക്കാം നോക്കാം. അതിനായി ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു മസാലയാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേണം നന്നായി യോജിപ്പിച്ചെടുക്കാൻ. ഒരു മസാല റെഡിയായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി മുറിച്ച് വെച്ച കരിമീനെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഓരോ കരിമീനിലും നല്ല രീതിയിൽ മസാല എത്തുന്ന വിധം മിക്സ് ചെയ്ത് അരമണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കരിമീൻ ഫ്രൈ ചെയ്യാനുള്ളതാണ് ഈ വെളിച്ചെണ്ണ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഓരോ കരിമീൻ പീസുകളായിട്ട് ഇട്ട് കൊടുത്ത് 2 സൈഡ് മാറി മാറി വേവിച്ച് നമ്മൾ എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് നല്ല പോലെ ഫ്രൈ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത പുറം മറിച്ചിട്ട് ആ ഭാഗം കൂടെ നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ സൈഡും 3 മിനിറ്റ് വീതം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് ഈ ഫ്രൈ ആയ കരിമീൻ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഫിഷ് മോളിയുടെ ഗ്രേവി റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 5 ഏലക്ക, ഒരു 4-5 ചെറിയ കഷ്ണം കറാമ്പട്ട, ഒരു 5 കരയാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിയുക. അതിനുശേഷം ഒരു 8 വെളുത്തുള്ളി വട്ടത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെക്കണം. ഇനി വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ്. ഇനി 2 വലിയ ചുമന്നുള്ളി, അതൊരു ഇടത്തരം സൈസിലുള്ളത് എടുത്താൽ മതി. ഇത് നീളത്തിലുള്ള ചെറിയ ചെറിയ സ്ലൈസ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളാക്കി വേണം നമുക്ക് നമ്മുടെ ഫിഷ് മോളിക്ക് യൂസ് ചെയ്യാൻ. ഇനി അടുത്തതായി വേണ്ടത് ഒരു 4 പച്ചമുളക്, അത് വട്ടത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു മാറ്റി വെക്കണം. ഇനി വേണ്ടത് ഒരു വലിയ തക്കാളി, അത് വട്ടത്തിൽ തിന്നായിട്ടുള്ള സ്ലൈസ് ആയിട്ടാണ് നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിൽ 1-ാം പാൽ 1.5 കപ്പും 2-ാം പാൽ 2.5 കപ്പുമായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം നേരത്തെ നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കറാമ്പട്ടയും ഏലക്കയും കരാമ്പും കൂടെ ഇട്ട് ചെറുതായി ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചൂടായതിൻ്റെ നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച സബോള കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ചൊന്ന് വേവാൻ വയ്ക്കാം. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2.5 കപ്പ് 2-ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച് വരുന്നത് വരെ മൂടി വയ്ക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്ന നമ്മുടെ ഈ മിക്സിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച കരിമീൻ കൂടെ ചേർക്കുക. ഈ മസാലയിൽ കരിമീൻ മുങ്ങിക്കിടക്കുന്നത് പോലെ വെച്ചിട്ട് വേണം നമ്മൾ അടച്ചു മൂടി വേവിക്കാൻ. ഈ സമയത്തൊന്ന് രുചിച്ച് നോക്കിയിട്ട് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയ തക്കാളി മുകൾ ഭാഗത്തായി നിരത്തി വെച്ച് കൊടുക്കുക. ഈ തക്കാളി നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകൾ ഭാഗത്തായി കുറച്ച് കറിവേപ്പില കൂടി തൂവിക്കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു മൂടി ഒരു 8 മിനിറ്റ് വേവിക്കണം.
ഇപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ച 1.5 കപ്പ് ഒന്നാം പാൽ കൂടെ ചേർത്ത് കയ്യിലിട്ട് ഇളക്കാതെ പാത്രം ഇങ്ങനെ ചുറ്റിച്ച് എല്ലായിടത്തും ആ പാൽ യോജിക്കുന്ന രീതിയിലാക്കി കൊടുക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കരിമീൻ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, പത്തിരി, പുട്ട് അങ്ങനെ ഇഷ്ടം പോലെ എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും നൈസായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.